ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതോടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് ആരംഭിച്ചത്. പുതിയ ഭരണകൂടം സത്യപ്രതിജ്ഞ ചെയ്ത് 3 ദിവസത്തിനു ശേഷം നടത്തിയ ഓപ്പറേഷനിൽ അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തുകയും ചെയ്യുകയുണ്ടായി. 538 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുകയും നിരവധി പേരെ സൈനിക വിമാനം ഉപയോഗിച്ച് നാടുകടത്തുകയും ചെയ്തതായാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വെളിപ്പെടുത്തിയത്. തീവ്രവാദികളെന്ന് സംശയിക്കുന്ന 538 അനധികൃത കുടിയേറ്റ കുറ്റവാളികളെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ലിവിറ്റ് വ്യാഴാഴ്ച ഒരു ഓൺലൈൻ പോസ്റ്റിലാണ് തുറന്നു പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ ട്രംപ് ഭരണകൂടം ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വൈറ്റ് ഹൌസ് ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. ഈ റിപ്പോർട്ടിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത ചിലരുടെ പേരുകളും അവർ ചെയ്ത കുറ്റകൃത്യങ്ങളും അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ബലാത്സംഗം, 14 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടിയെ തുടർച്ചയായി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ട്രംപ് കുടിയേറ്റ വിരുദ്ധ നിയമത്തിൽ ഉൾപ്പെടെ നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഒരു പരമ്പരയിൽ തന്നെ ഒപ്പുവയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ 4 വർഷത്തിനിടെ അനധികൃത കുടിയേറ്റത്തിന്റെ അത്ഭുതപൂർവമായ പ്രളയമാണ് രാജ്യത്ത് കണ്ടതെന്ന് ഈ ഉത്തരവിൽ പറയുന്നുമുണ്ട്. ഈ കുടിയേറ്റക്കാരെ അന്യഗ്രഹ ജീവികളാണെന്നാണ് ട്രംപ് പ്രധാനമായും വിശേഷിപ്പിച്ചത്. ഇവരിൽ പലരും നിരപരാധികളായ അമേരിക്കക്കാർക്കെതിരെ നികൃഷ്ടവും ഹീനവുമായ പ്രവർത്തികൾ ചെയ്യുന്നുവെന്നും ദേശീയ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും കാര്യമായ ഭീഷണി ഉണ്ടാക്കിയെന്നും സർക്കാർ ഉത്തരവിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നിലപാടിനെ തുടർന്ന് അധികൃതർ പരിശോധന ശക്തമായ നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തി മേഖലയിൽ പട്ടാളം ഇറങ്ങിയാണ് പ്രധാനമായും കുടിയേറ്റക്കാരെ തടയുന്നത്. ഫെഡറൽ പോലീസും അതിർത്തി മേഖലകളിലെ റോന്തു ചുറ്റി വിസയില്ലാത്തവരെ പിടികൂടുന്ന നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാ ഏജൻസികൾക്കും സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അധികാരങ്ങളാണ് പ്രത്യേക ഉത്തരവിലൂടെ സൈന്യത്തിനും ഫെഡറൽ പോലീസിനും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI അനധികൃത കുടിയേറ്റക്കാരെ പ്രത്യേക ഉത്തരവില്ലാതെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനും പുതിയ ഉത്തരവിൽ അധികാരം നൽകുന്നുമുണ്ട്. നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോട് ഇക്കാര്യത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. 1500ഓളം സൈനികരാണ് അതിർത്തിയിൽ എത്തിയിരിക്കുന്നത്. അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന CBP-1 ആപ്പിന്റെ പ്രവർത്തനം ട്രംപ് ഭരണത്തിലെത്തിയതോടെ അവസാനിപ്പിച്ചിരുന്നു. നിലവിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി 2500ഓളം സൈനികരെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട്. ഈ മാസം അവസാനം 1500 സൈനികർ കൂടി എത്തുകയാണെങ്കിൽ കുടിയേറ്റക്കാരെ തടയുന്ന കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പായി. 4500ഓളം നാഷണൽ ഗാർഡിന്റെ ഒരു വിഭാഗത്തിന്റെയും അതിർത്തിയിൽ നിയോഗിച്ചിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്കായി പ്രസിഡന്റ് ട്രംപ് നൽകുന്ന പ്രാധാന്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കർശന നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കുന്നത്.